ഗുഡ് മോർണിംഗ് ഗൈസ്. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിത് കുറച്ച് സുഖക്കുറവുണ്ടായിരുന്നു. അതൊക്കെ എന്താണെന്ന് നമുക്ക് വഴിയെ കാണാം. പിന്നെ ഞാൻ ഇന്ന് ലീവ് എടുത്തു കേട്ടോ. 2 ദിവസമായിട്ടൊരു മേലുവേദന പോലെ. പിന്നെ എന്താ, വാതിൽ തുറന്ന് കുറച്ച് നേരം പുറത്തേക്ക് നോക്കിക്കാം. അതാണല്ലോ സ്ഥിരം പരിപാടി. പിന്നെ നമുക്കിവിടെ കുറച്ച് പരിപാടികൾ ചെയ്ത് തീർക്കാണ്ട്. ആദ്യം തന്നെ ഈ റൂമൊന്ന് ഒതുക്കണം. അപ്പോൾ എല്ലാം ഷടപടേന്നങ്ങ് ചെയ്തു. റൂമിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു. എങ്ങനെയുണ്ട്? പിന്നെ വേസ്റ്റ് കളയാണ്ടായി, കുളിക്കണമായിരുന്നു, തുണി അലക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്തു. പിന്നെ വേറെ പരിപാടി ഉണ്ടാകാത്ത കാരണം ഞാൻ ക്രോഷ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് ഇന്നായിരുന്നു ഡേറ്റ് ആയത്. എനിക്ക് ഉറപ്പായിരുന്നു കുറച്ചു നേരം കൂടെ കഴിഞ്ഞാൽ എനിക്ക് എണീക്കാൻ പറ്റാണ്ട് ഞാൻ കിടപ്പമോന്നുള്ളത്. പിന്നെ പറയാനുണ്ടോ, അതെന്നെ സംഭവിച്ചു. കിടക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല, ഒരുമാതിരി ഒരു അവസ്ഥ. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ ഒന്ന് കിടന്ന് ഉറങ്ങി. 6 മണിയായപ്പോൾ ഞാൻ എണീറ്റു. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. 2 റംബൂട്ടാനും കഴിച്ചു, ഫുഡ് ഓർഡർ ചെയ്ത് വരുത്തി. കുറച്ച് കഴിയുമ്പോൾ ഫുഡ് കഴിക്കാം എന്നുള്ള മൈൻഡിൽ ഞാൻ ക്രോഷ് ചെയ്യാനങ്ങ് ഇരുന്നു. പിന്നെ എന്താ അങ്ങോട്ട് ഉണ്ടായെന്ന് എനിക്ക് വലിയ ഓർമ്മയില്ല. ചേട്ടൻ വന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ എൻ്റെ അവസ്ഥ ഇതായിരുന്നു. രാവിലെ മുതൽ ഒന്നും കഴിക്കാത്ത കാരണം ഗ്ലൂക്കോസ് കയറ്റി കിടക്കുമായിരുന്നു. പിന്നെ 2-3 കുത്തും കിട്ടി, നല്ല സുഖമുണ്ടായിരുന്നു. പിന്നെ നാളത്തേക്ക് കഴിക്കാനുള്ള മരുന്ന് തിന്നിട്ടാണ് അവരെന്നെ വിട്ടത്. പിന്നെ ഞാനൊരു സത്യം പറയട്ടെ, ഇത് ശരിക്കും ഇന്നലത്തെ വീഡിയോയാ. ഒട്ടും വയ്യാത്ത കാരണം വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയില്ല. ഹോസ്പിറ്റലിൽ നേരെ ആൻറ്റീൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ ഇന്ന് രാവിലെയാണ് തിരിച്ച് വന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നലത്തെ വിശേഷം. അപ്പോൾ ശരി, ടാറ്റ ബൈ ബൈ.